ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പശ്ചിമഘട്ടത്തിലെയും കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലെ ഒരു നിശബ്ദ സാന്നിധ്യത്തെക്കുറിച്ചാണ്. പൊൻവെട്ടി, ശാസ്ത്രീയമായി പറഞ്ഞാൽ അപോറോസ കാർഡിയോസ്പെർമ. ആച്ചിൽ, ഈച്ചിൽ, കൊടിലി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ മരം വെറുമൊരു മരമല്ല, അതൊരു വലിയ അറിവ് ശേഖരം കൂടിയാണ്. ഫിൻലാന്ദേസി കുടുംബത്തിൽപ്പെട്ട ഈ മരം പ്രധാനമായും ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് കണ്ടുവരുന്നത്. നമ്മുടെ പറമ്പുകളിൽ പണ്ട് സുലഭമായിരുന്ന വെട്ടിപ്പഴം ഓർമ്മയില്ലേ? ആ മധുരവും പുളിയും കലർന്ന കുഞ്ഞു പഴങ്ങൾ പക്ഷികൾക്ക് മാത്രമല്ല, കുട്ടിക്കാലത്ത് നമുക്കും ഒരു വലിയ ഹരമായിരുന്നു. പ്രകൃതിയുടെ ഒരു വലിയ ഇക്കോസിസ്റ്റത്തെ നിലനിർത്തുന്നതിൽ ഈ മരത്തിന് വലിയ പങ്കുണ്ട്. ഒരുപാട് പക്ഷികൾക്കും വണ്ടുകൾക്കും ആഹാരവും തണലും നൽകുന്ന ഈ മരം ആനകൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. പഴയ കാലത്തെ നമ്മുടെ കൃഷി രീതികളെക്കുറിച്ച് ഓർക്കുമ്പോൾ പൊൻവെട്ടി എന്ന മരത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും ഏതുപകരണമാണെന്ന്. ഇതിന്റെ തടിക്ക് നല്ല ഉറപ്പും ദൃഢതയും ഉള്ളതുകൊണ്ട് പണ്ട് വയലുകളിൽ ഉപയോഗിച്ചിരുന്ന നുകം നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായിരുന്നത് ഈ പൊൻവെട്ടിയാണ്. അതുപോലെ തന്നെ കലപ്പയുടെ കൈപ്പിടി, മൺവെട്ടിയുടെ തണ്ടുകൾ അഥവാ കൈപ്പിടികൾ നിർമ്മിക്കാനും ഈ മരത്തിന്റെ തടി വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. പണി ആയുധങ്ങൾക്ക് ഉറപ്പും ഈടും നൽകാൻ പൊൻവെട്ടി തടിയോളം പോകുന്ന മറ്റൊന്നുമില്ലെന്ന് പഴയ തലമുറ പറയും. ഇനി ഇതിന്റെ ഔഷധ ഗുണങ്ങളിലേക്ക് വരാം. ആയുർവേദത്തിലും നാട്ടുചികിത്സയിലും ഇതൊരു വലിയ ഔഷധം തന്നെയാണ്. ഇതിന്റെ ഇലകളും മരത്തോലും അരച്ച് തൊലിപ്പുറത്തെ അസുഖങ്ങൾക്ക് പുരട്ടാറുണ്ട്. പ്രമേഹ ചികിത്സയിൽ ഇതിന്റെ വേരും തൊലിയും കഷായം വെച്ച് ഉപയോഗിക്കാറുണ്ട്. ആദിവാസി വൈദ്യത്തിൽ പനി കുറയ്ക്കാനും ശരീരം തണുപ്പിക്കാനും ഈ മരത്തിന്റെ ഔഷധക്കൂട്ടുകൾ ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. പൂർണ്ണമായും പ്രകൃതിദത്തമായ ഈ മരം മനുഷ്യർക്കോ വളർത്തുമൃഗങ്ങൾക്കോ യാതൊരു ദോഷവും ചെയ്യുന്നില്ല. ഇന്ന് ഇത്തരം മരങ്ങൾ നമ്മുടെ പറമ്പുകളിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വരും തലമുറയ്ക്കായി നാം കാത്തു സൂക്ഷിക്കേണ്ട ഒരു വലിയ സമ്പത്താണിത്. കാർഷിക സംസ്കാരത്തിന്റെയും ആയുർവേദത്തിന്റെയും ഭാഗമായ ഈ പൊൻവെട്ടിയെ നമുക്ക് സംരക്ഷിക്കാം. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ.